Hi friends, welcome to Garam Masala, the magic spices of cooking. മജ്ബൂസ്. ഇന്ന് നമുക്ക് അറേബ്യൻ റൈസ് ഡിഷായ മജ്ബൂസ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ട ചേരുവകൾ: ബസ്മതി റൈസ് 2 കപ്പ്, ചിക്കൻ വിത്ത് സ്കിൻ 1 കിലോ, ചിക്കൻ സ്റ്റോക്ക് ക്യൂബ് ഒരെണ്ണം, സവാള ഒരെണ്ണം വലുത് ചോപ്പ് ചെയ്തെടുത്തത്, പച്ചമുളക് 3 എണ്ണം, വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, തക്കാളി 1 മീഡിയം സൈസ്, ടൊമാറ്റോ കെച്ചപ്പ് 1 ടേബിൾ സ്പൂൺ, ഉപ്പ്, ഒലിവ് ഓയിൽ 4 ടേബിൾ സ്പൂൺ, ചെറിയ ജീരകം 1/2 ടീസ്പൂൺ, അറേബ്യൻ സ്പൈസ് മിക്സ്ചർ 1 ടീസ്പൂൺ, ഏലക്ക 5-6 എണ്ണം, കുരുമുളക് 15 എണ്ണം, പട്ട 1 ഇഞ്ച് നീളമുള്ള 3 എണ്ണം, ഡ്രൈ ലെമൺ ഒരെണ്ണം, ബേ ലീവ്സ് 2 എണ്ണം, ഡ്രൈ ജിഞ്ചർ 1/2 ഇഞ്ച് പീസ്, വെള്ളം 3 മുതൽ 4 കപ്പ് വരെ. ഇനി നമുക്ക് മജ്ബൂസ് തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഞാനൊരു വൈറ്റ് പാനാണ് ഉപയോഗിക്കുന്നത്. പാനിലോട്ട് 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അടുത്ത ഇതിലോട്ട് സവാള ചേർത്ത് നമുക്കിതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള ട്രാൻസ്പാരൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിലോട്ട് വെളുത്തുള്ളി, പച്ചമുളക് ഇവ ചേർത്ത് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. അടുത്ത ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ഈ തക്കാളിയെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ തക്കാളിയും വെന്ത് വന്നിട്ടുണ്ട്. അടുത്ത ഇതിലോട്ട് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അടുത്ത ഇതിലോട്ട് നമുക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അതായത് ചെറിയ ജീരകം, അറേബ്യൻ സ്പൈസ് മിക്സ്ചർ, ഏലക്ക, കുരുമുളക്, പട്ട, ഡ്രൈ ലെമൺ, ബേ ലീവ്സ്, ഡ്രൈ ജിഞ്ചർ ഇവയെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് ചിക്കൻ പീസസ് വെച്ച് കൊടുക്കാം. ഇനി ഇതിനെ അടച്ചു വെച്ച് 2-3 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. അടുത്തതായി നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ക്യൂബ് കൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിനെ 3 മുതൽ 5 മിനിറ്റ് വരെ ഒന്നുകൂടെ കുക്ക് ചെയ്യണം. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഇനി ഇതിലോട്ട് നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിക്കണം. ഏകദേശം 3 കപ്പ് മുതൽ 4 കപ്പ് വരെയാണ് വെള്ളം ഒഴിക്കേണ്ടത്. റൈസ് 30 മിനിറ്റോളം കുതിർത്തിയതാണെങ്കിൽ 3 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ ഇതിലോട്ട് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിതിനെ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം 5 മുതൽ 6 മിനിറ്റ് വരെ വേവിച്ചെടുത്താൽ മതിയാകും. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ പീസസിനെ ഒരു ബേക്കിംഗ് ഡിഷിലോട്ട് മാറ്റാം. വലിയ സ്പൈസ് പീസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെ കൂടെ നമുക്ക് റിമൂവ് ചെയ്യണം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ പീസസിൻ്റെ മുകളിലായി 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്തതിന് ശേഷം നമുക്കിതിനെ ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ബേക്ക് ചെയ്യണം. നമ്മുടെ റൈസ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനെ ഒരു ടവൽ ഉപയോഗിച്ച് അടച്ചു വെക്കാം. ഇതിലെ വെള്ളം ഡ്രൈ ആയി വരുന്നത് വരെ നമുക്കിതിനെ കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ റൈസ് കുക്കായി വന്നിട്ടുണ്ട്. റൈസ് എല്ലാം സെപ്പറേറ്റ് ആയി നിൽക്കുന്നുണ്ട്. നമ്മുടെ ചിക്കനും ബേക്ക് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം.
റൈസിൻ്റെ മുകളിലായി ചിക്കൻ പീസസ് അറേഞ്ച് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ചിക്കൻ മജ്ബൂസ് തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാം. ടൊമാറ്റോ ചട്നിയാണ് മജ്ബൂസിൻ്റെ കോമ്പിനേഷൻ. താങ്ക് യു.